പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വെച്ചാൽ നമ്മളിന്ന് അങ്ങനെ മോർണിംഗ് റൈഡ് ഇറങ്ങിക്കാണെന്ന് വെച്ചാൽ നമ്മളപ്പോൾ റൈഡൊക്കെ പോയിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിലെ കുറിച്ചാർമല വാട്ടർഫാൾസിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ നമ്മളങ്ങനെ കാപ്പംകൊല്ലി എത്തിയിട്ടുണ്ട്. കാപ്പംകൊല്ലി ടൗൺ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വൈത്തിരിക്കൊക്കെ പോണ റൂട്ടിലേക്കാണ് നമ്മൾ പോണത്. മറ്റേത് കൽപ്പറ്റ പോണ റൂട്ടാണ്. നമ്മൾ ഈ വഴി കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഇതുവരെ ഇപ്പോൾ നമ്മൾ കാപ്പംകൊല്ലി കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ടോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മേപ്പാടിയിൽ നിന്ന് ഇപ്പോൾ അവിടെ വാട്ടർഫാൾസിലേക്ക് 22 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമുക്കിനിയും പോകാണ്ട്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ ചോരെ. ചിലപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ദൂരം എത്തിക്കാണ്. ചെമ്പ്രമല കാണിച്ചു തരാം. ഇവിടെ നമ്മൾ അടിപൊളി വ്യൂ നോക്കുക. രാവിലെ വരുന്ന സൈക്കിൾ ചവിട്ടിയിട്ട് വൈബാണ്. നല്ല അടിപൊളി വഴി ഇതൊക്കെ വൈബാണ്. ചെമ്പ്രമലയൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ട്. അത് ഞാൻ എത്ര ദൂരം പോകണമെന്ന് അറിയില്ല. ഇത് സ്കൂളാട്ടെ താഴെ കാണുന്നത്. മച്ചാരെ ഈ രാവിലെ സൈക്കിൾ ഓടിക്കാൻ വരുന്ന കേട്ടോ മച്ചാരെ കുറച്ചും കൂടി നല്ലത്. എന്താ പറഞ്ഞാൽ നല്ല വെയിലും കുറവായിരിക്കും. നമുക്ക് കൂടുതൽ ദൂരങ്ങൾ ചവിട്ടാനും പറ്റും. മറ്റേത് കുറച്ചും കൂടി വെയിലൊക്കെ വരുന്ന സമയത്ത് പോകാൻ നല്ല ആകെ പ്രശ്നമാകും. രാവിലെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നല്ല വൈബായി ചവിട്ടാം. വണ്ടികൾ നല്ല കുറവായിരിക്കും. മച്ചാരെ നമ്മളങ്ങനെ ഓടത്തോട് ടൗണ് കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ നോക്കുമ്പോൾ വെച്ചാൽ അധികം വണ്ടികളൊന്നുമില്ല, കുറവ് വണ്ടികളുള്ളൂ. രാവിലെ സൈക്കിൾ ഓടിക്കാൻ നല്ല വൈബാണ്. എല്ലാം ഇങ്ങനെ പോവാം, അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഒക്കെ റോഡൊക്കെ നോക്കുക, കാലിയൊക്കെ കിടക്കണേ. അപ്പോൾ നമ്മളങ്ങനെ ചുണ്ടയിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ദൂരെ പോകാണ്ട് ചുണ്ട ടൗണിലെത്തിക്കുകയാണ്.
പാർക്കൊക്കെ ഉണ്ട് കേട്ടോ മച്ചാരെ. സിപ്പ് ലൈന്, സിപ്പ് സൈക്ലിങ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. മച്ചാരെ അപ്പോൾ നമ്മൾ ആ വഴിയാണ്, അത് ചുണ്ടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടുന്ന് വൈത്തിരി പോകുന്ന റോട്ടാണ് ആ മെയിൻ റോഡ് കാണുന്നത്. അവിടുന്ന് റൈറ്റ് സൈഡ് എത്തിയിട്ട് ഇപ്പുറത്തേക്ക് ഒരു വഴിയുണ്ട്. ഇവിടെ നല്ല കയറ്റാണ്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് പോയേക്കാം. ഒരു ഫാക്ടറി ആണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയപ്പോൾ ഒരു ഫാക്ടറീൻ്റെ അടുത്താണ് ആ വാട്ടർഫാൾസ് ഉള്ളത്. നോക്കിയപ്പോൾ അവർ പറഞ്ഞ് 4 കിലോമീറ്റർ ഉണ്ടെന്ന്. നമ്മളിപ്പോൾ വന്നിട്ട് 4 കിലോമീറ്റർ ഒന്നും ആയിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ ഈ ഫാക്ടറി അല്ലാതെ ചിലപ്പോൾ വേറൊരു ഫാക്ടറിയും കൂടി ഉണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ഞാനപ്പോൾ നമ്മളിങ്ങനെ ചുണ്ടേന്ന് അത്യാവശ്യം കുറച്ച് ദൂരമൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്നൊരു ലെഫ്റ്റ് റോഡെന്നാണ് പറഞ്ഞത്. പിന്നെ എത്തിയില്ല. ലെഫ്റ്റ് റോഡ് എടുത്തിട്ട് നേരെ പോകാനാണ് പറഞ്ഞത്. അവിടെ ബേക്കറി ചുണ്ടേൻ്റെ അടുത്ത് തന്നെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റ് അല്ല, ഇവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് വെച്ചാൽ. ചിലപ്പോൾ അവിടുന്ന് ലെഫ്റ്റിൽ നിന്നാണ് പറഞ്ഞത്. അവിടെ ചോദിച്ചപ്പോൾ ആയിരുന്നു അവിടുന്ന് ലെഫ്റ്റാണ്. അവിടെ ഫുള്ളു വാഴേൻ്റെ കൃഷിയാണ് വെച്ചാൽ. ഇപ്പുറ സൈഡൊക്കെ ഫുള്ളു വാഴേൻ്റെ കൃഷിയാണ്. ഇനി ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. നല്ലൊരു പുഴ കണ്ടപ്പോൾ നിർത്തിയാണെന്ന് വെച്ചാൽ നല്ല ആഴുണ്ട് തോന്നുന്നു. അവിടെയൊക്കെ മീനൊക്കെ ആ ഭാഗത്തൊക്കെ നല്ല മീനുണ്ട്. ഞാൻ ഈ ഭാഗത്തോട്ടൊക്കെ ആദ്യമായിട്ടാണ് വെച്ചാൽ വരുന്നത്. സാറേ ഇപ്പോൾ നമ്മൾ മേപ്പാടത്ത് നിന്നിട്ട് ഒരു ഏകദേശം 8:53 ആയിട്ടുണ്ട്. നമ്മളൊരു 7 മണി 7:15 ആ ടൈം നമ്മൾ വന്നത്. ഇനി എത്തിയില്ല വെച്ചാൽ 22 കിലോമീറ്റർ എന്നാണ് നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ചവിട്ടിയ പോലെ തോന്നുന്നുണ്ട്. ഇനി എത്തിയില്ല. ഇനി ടൗൺ ഉണ്ട് എന്ന് പറഞ്ഞത്. ആ ടൗണിൽ നിന്ന് കുറച്ചും കൂടി അവിടെ ചോദിച്ചിട്ട് അത് പറഞ്ഞത്. നോക്കി നോക്കാം. അതിന് എത്തിയില്ല എന്നുവെച്ചാൽ നമ്മളൊരു ചെറിയ ടൗൺ ഉണ്ടായിരുന്നു. അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അടുത്ത വഴിയില്ല, കുറച്ചും കൂടി നമ്മൾ വന്ന വഴി തന്നെ കുറച്ച് പുറകെ പോകുമ്പോൾ അവിടെ ഒരു ചെറിയ വഴിയുണ്ടെന്ന്, കട്ട് റോഡുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോകണമെന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ഫാക്ടറി തന്നെ ഉണ്ട്. നമുക്ക് ഈ വഴിയൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഉള്ള ഒരു വഴിയാണ് തോന്നുന്നത്. വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ആ വഴി കൂടി ഇത് വന്നത്. അതിൻ്റെ ഇവിടുന്ന് എത്തി ഒരു ബോർഡിന് കുറിച്ചാർമല ഇറത്തി റോഡ് നമ്മൾ കയറിയിട്ടുണ്ട്. ഈ വഴി കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് അവിടെ ഫാക്ടറീനെ അങ്ങോട്ട് പോകാനുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഒരു ഫാക്ടറി കാണുന്നുണ്ടോ?
എനിക്ക് തോന്നുന്നു ആ ഫാക്ടറിൻ്റെ അടുത്ത് തന്നെയാണ് വാട്ടർഫാൾസ് ഇല്ലത് തോന്നുന്നു. പക്ഷേ നമ്മളവിടെ ഒരു ഏട്ടനത്ത് വഴി വെച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ കാണുന്ന ഈ ഫാക്ടറി അല്ല, അതല്ലാതെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്, അവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ളൊരു വഴി എന്നാണ് പറഞ്ഞത്. ഒന്ന് പോയേക്കാം. ആ ഫാക്ടറി അതല്ല, ഈ ഫാക്ടറി അല്ല കേട്ടോ. ആ ഭാഗത്തൊക്കെ നല്ല തിണ്ടിട്ടൊക്കെ. എന്നുവെച്ചാൽ അപ്പോൾ നമ്മൾ ഈ വഴി കൂടിയാണ് വന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് എന്നാണ് പറഞ്ഞത്. നമുക്ക് നമ്മളൊരു ഓട്ടോക്കാരത്ത് വെച്ചപ്പോൾ ഈ വഴി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയേക്കാം. ഇപ്പോൾ നമ്മളവിടെ നിന്ന് ആ ജംഗ്ഷനിൽ തിരിഞ്ഞില്ലേ, അപ്പോൾ നമ്മളിവിടെ ഒരു ഏട്ടനത്ത് ചോദിച്ച് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ചോദിച്ചപ്പോൾ ഇനിയും ഉണ്ടെന്ന് 1 കിലോമീറ്റർ. ആകെ കുടുങ്ങിക്കണ്. സാറിപ്പോൾ നമ്മളിങ്ങനെ ജംഗ്ഷനിൽ കയറിയിട്ട് കുറച്ച് മേലോട്ട് വന്നിക്കാണ്ട് ആണെങ്കിൽ ആൾക്കാരും ഇല്ല, ആരില്ല. എങ്ങനെ നിൽക്കണം അവസാനോ ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. ഫാക്ടറി ഒന്നും കാണില്ല. അയ്യോ, ഞങ്ങൾ കുപ്പികളെടുക്കാൻ മറന്നു ചോദിച്ചാലേ. ഇനി ഇവിടെ എവിടെയും കടലാന്ന് പറഞ്ഞത്. ഏതിലും കട ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങണം, വെള്ളം വാങ്ങണം. ആ കുടി അവിടെ എത്തുമ്പോൾ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കണ്ട് ആ ഭാഗത്തൊരു ഫാക്ടറി പോലെ ഒന്ന് കാണണ്ട്. ഇനി അതുതന്നെയാണ് അതിന് വേറെയും ഫാക്ടറി ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ വന്ന ഭാഗത്ത് തന്നെ കുറേ ഫാക്ടറികൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ മടുത്ത് വെച്ചാലേ ഈ ഫാക്ടറിയിൽ ആയാൽ മതിയല്ലോ. നല്ല വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ ഇട്ട് നിങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൽ ഏതൊരു ഫാക്ടറിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഫാക്ടറി തന്നെ ആയിക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ടോ സാറേ. അതൊരു 1 കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ റൈഡ് ചെയ്ത് വന്നിട്ട് ആ ജംഗ്ഷനിൽ ഇവിടെ വരെ ഇത്തിരി 1 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. ഇതെങ്കിലും ആയാൽ മതിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് ഇതന്നെയാണ് വെച്ചാൽ നല്ലൊരു നല്ല വെള്ളം ഒഴിക്കുന്ന നല്ല സ്ഥലം എത്തിയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല കൂടിയുണ്ട്. അവിടെ വാട്ടർഫാൾസിൽ നല്ല വെള്ളം ഉണ്ടാവുമെന്ന് തോന്നി. ഇത് കുറഞ്ഞിക്കണപ്പോൾ ഇതന്നെയാണ് വെച്ചാൽ ഫാക്ടറി. ഈ റോഡ് തന്നെ മേലെ ഭാഗത്തോട്ട് പോകണം. നല്ല കയറ്റാണ്. ആ വെച്ചാലേ നമ്മൾ കണ്ട് ഫാക്ടറി വാട്ടർഫാൾസ് കണ്ടിരിക്കുകയാണ്. കണ്ടോ ആ ഭാഗത്തൊക്കെ ഭാഗത്ത് ആ പാറയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകണത് നല്ല ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് സാറേ. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി നമ്മൾ വാട്ടർഫാൾസിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈബ് വാട്ടർഫാൾസ് കിടിലേ കാണിച്ചു തരാം. ഉണ്ടോ അടിപൊളി കാണാനൊക്കെ സാറേ. നമ്മളെന്തായാലും ഇത്ര ദൂരം സൈക്കിൾ ചവിട്ടി വന്നത് നല്ല അടിപൊളി കാഴ്ചക്കായിരുന്നു വെച്ചാൽ. നമ്മളപ്പോൾ സൈക്കിൾ ഇവിടെ ഉണ്ട്. വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് പോയി കാണിച്ചു തരാം. ഉണ്ടോ അടിപൊളി നോക്കാം വെച്ചാൽ. വീട്ടിലെ വാട്ടർഫാൾസ് കിട്ടോ ആ പാലനെ മേൽക്കൂടെ വീട് അടിപൊളി നോക്കാം. വൈബ് വാട്ടർഫാൾസ് പോലെ ഇതിലെ വാട്ടർഫാൾസാണ് വെച്ചാൽ. കുറച്ചും കൂടെ അടുത്ത് പോയി കാണിച്ചു തരാം സാറേ. അപ്പോൾ നമ്മൾ ആ സൈക്കിൾ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് വാട്ടർഫാൾസ് കാണുമ്പോൾ അടിപൊളിയൊക്കെ വെച്ചാൽ നല്ല വെയിലൊക്കെ ആയപ്പോൾ നല്ല അടിപൊളി കളറായിരിക്കണം വെച്ചാൽ. നല്ല വെള്ളം ഉണ്ട് കേട്ടോ.
മച്ചാമാരെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. നമ്മളെ റൈഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും മച്ചാരെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത കാണുന്ന ബെല്ലേക്കൂടെ ചെയ്ത് എന്നാൽ മാത്രമേ ഞാൻ ആടുന്ന വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ അടിച്ചു. അടുത്തൊരു നല്ല റൈഡുമായി വീണ്ടും കാണാം.